തിരുവനന്തപുരം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആറ്റിങ്ങലിൽ നടന്നു. ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരെയും ഫോണിൽ പല പ്രാവശ്യം നവകേരള സദസ്സുമായി ബസ്സിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരുടെയും മുഖം അന്ന് അറിഞ്ഞുകൂടാ. ഇന്നിപ്പോൾ ഇവിടെ കണ്ട് ഏത് ബസ്സുകളുടെ ഉടമയാണെന്നൊന്നും അറിയില്ല, എങ്കിലും വളരെ കണ്ടതിലും അന്ന് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലാകമാനം ബസ്സുകൾ ചുരുങ്ങിയ പൈസയ്ക്ക് തന്നുകൊണ്ട് സഹായിച്ച ഇവിടെ ഇരിക്കുന്ന ബസ് ഉടമകളെ, പ്രിയമുള്ള നാട്ടുകാരെ, വളരെയേറെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ജില്ലാ കൺവെൻഷൻ ആറ്റിങ്ങലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പണ്ട് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെന്നായിരുന്നു ഇത്. അതിൽ നിന്ന് നമ്മളിപ്പോൾ കരകയറി ആ പ്രതിസന്ധി ഘട്ടം മാറി നടന്നുകൊണ്ട് നമുക്ക് വളരെ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗവൺമെന്റ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ഞാൻ തുറന്നിവിടെ പറയാം, ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രിയദർശിനി എന്ന് പറയുമ്പോൾ അതിനെ വിമർശിച്ച് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം നമുക്കറിയാം, പണ്ട് വലിയ പണക്കാരുടെ കൈകളിലാണ്, അല്ലെങ്കിൽ ഗൾഫ് മലയാളി ഗൾഫിൽ പോയി പണമുണ്ടാക്കി നാട്ടിൽ വന്ന് ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നാട്ടിൽ വരുമ്പോൾ ബസ്സുകൾ എടുത്തുകൊണ്ട് ആ നികത്താൻ, നമുക്ക് ബാക്കി നമ്മുടെ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പോകുന്നൊരു ബസ് ഉടമകളുടെ ഒരു കൂട്ടമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത് യുവാക്കളിലേക്ക് കൂടി അവരുടെ ഉപജീവനമായി ഇന്നും ഈ ബസ് ഉടമകൾ ആ ജീവിതത്തിലെ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ പുതിയ തലമുറ കൂടെ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉടമകളുടെ ആ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ നമുക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അറിയാം. നമുക്ക് വിലക്കയറ്റവും, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വില വർധനവും, അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ വിവിധ സാധനങ്ങളുടെ ഈ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വില കൂടുതലൊക്കെ ആ പ്രതിസന്ധി ഘട്ടം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ബസ് ഉടമകൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും തൊഴിലില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാം നിൽക്കുന്നത്. ഡീസൽ സബ്സിഡി നടപ്പിലാക്കുക, വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക, ബസ്സുകളുടെ പ്രായപരിധി 25 വർഷമാക്കുക, ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുക, ബസ് ചാർജ്, വിദ്യാർത്ഥി യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിക്കുക, തൊഴിലാളികളുടെ ക്ഷേമനിധി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജില്ലാ കൺവെൻഷനിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ജില്ലാ പ്രസിഡന്റ് ഷാജി സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കൂൻ മുഖ്യ പ്രഭാഷണം നടത്തി. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ M പ്രദീപ്, ആറ്റിങ്ങൽ RTO S ബിജു, ആറ്റിങ്ങൽ DYSP സന്തോഷ് കുമാർ, ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി V ജയറാം, ജോയിന്റ് സെക്രട്ടറി പാലമുട്ടത്ത് വിജയകുമാർ, ജില്ലാ ട്രഷറർ ഷാൻ മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. Attingal, Pothencourt, Alangod, Thrissur, Dubai.
അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.